പലപ്പോഴും നമ്മൾ പല സാഹചര്യത്തിലും പറയാറുണ്ട്, ലോകത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയാണ്. നിങ്ങൾക്കറിയോ, ലോകത്തിലുള്ള ഒരുവിധം എല്ലാ കാർഡിയോളജിസ്റ്റുകളെയും അവരുടെ തീരുമാനങ്ങളെയും അവരുടെ ചികിത്സാ രീതികളെയും തീരുമാനിക്കുന്നത് പ്രധാനമായും അമേരിക്കയിലെ 2 സംഘടനകളാണ്. എന്നുവെച്ചാൽ ഈ സംഘടനകൾ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങളാണ് കാർഡിയോളജിസ്റ്റുകൾ ഒരു ബൈബിള് പോലെ പ്രാവർത്തികമാക്കുന്നത്. ഈ സംഘടനകളുടെ പേരാണ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ. എല്ലാ വർഷവും ഈ സംഘടനകൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, മുമ്പൊക്കെ BP പ്രായത്തിനനുസരിച്ച് പലപ്പോഴും മരുന്ന് വേണ്ടിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഡോക്ടർമാർ പറയും 120ന്റെ മുകളിലേക്ക് ആയാൽ തന്നെ BP കരുതണം, മരുന്ന് കഴിക്കണം. അതുപോലെ തന്നെ പലരും പറയും കൊളസ്ട്രോളിന്റെ അപകടം മുമ്പ് പറഞ്ഞിരുന്ന അളവല്ല ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ഇതിന്റെയൊക്കെ ഒരു മൂല കാരണം ഓരോ വർഷവും ഡോക്ടർമാർക്കുള്ള ഗൈഡ് ലൈൻസിൽ വരുന്ന മാറ്റങ്ങളാണ്. ഹൃദയത്തിന്റെ ഏതൊക്കെ ബ്ലോക്കുകൾ നീക്കണം, ഏതൊക്കെ ബ്ലോക്കുകൾ നീക്കാൻ പാടില്ല, ഇനി നീക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് ആൻജിയോപ്ലാസ്റ്റി മതിയോ, മരുന്ന് ചികിത്സ മതിയോ, ബൈപ്പാസ് വേണോ, ഇനി ചില പ്രത്യേക ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷം മാത്രമേ ബ്ലോക്ക് നീക്കാൻ പാടുള്ളൂ. ഇതെല്ലാം ഈ ഗൈഡ് ലൈൻ പ്രകാരമാണ് നമ്മൾ കാർഡിയോളജിസ്റ്റുകൾ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ടിന്റെ പമ്പിങ് കുറഞ്ഞ വ്യക്തികൾക്ക് ഏതൊക്കെ മരുന്ന് കൊടുക്കണം, ഏതൊക്കെ ഡോസിൽ കൊടുക്കണം, ഓരോ മാസവും എത്ര ഡോസ് കൂട്ടിക്കൊണ്ടുവരണം, ഇതും ഈ സംഘടനയുടെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയോ, മുമ്പ് കാലത്ത് പല ബ്ലോക്കുകൾക്കും സ്റ്റെന്റ് ഉപയോഗിച്ചിരുന്നത് ഈ സംഘടനയുടെ മാർഗനിർദ്ദേശത്തിന് പ്രകാരം ചില തെളിവുകൾ കിട്ടിയതിനു ശേഷം സ്റ്റെന്റിന്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. ചില അസുഖങ്ങൾ സ്റ്റെന്റ് ആവശ്യമില്ല എന്നുള്ളതാണ് ചില ഗൈഡ് ലൈനിൽ കണ്ടിട്ടുള്ളത്. ഓരോ വർഷവും ലോകത്തെമ്പാടും നടക്കുന്ന പഠനങ്ങളുടെ റിസർച്ചുകളുടെ റിപ്പോർട്ടുകൾക്കനുസരിച്ച് ഈ സംഘടനകൾ നിർദ്ദേശങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെമ്പാടുമുള്ള കാർഡിയോളജി ചികിത്സ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ, ഒരു ഏകത കൊണ്ടുവരാൻ ഈ മാർഗനിർദ്ദേശങ്ങൾ വഴി സാധിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു ചികിത്സ നിങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിട്ടുന്ന ആ ചികിത്സ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചിട്ടുള്ളതാണ്. ഇത് പലർക്കും അറിയില്ല.